ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസത്തിൽ കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാണ്. അപ്പോൾ ഏപ്രിൽ മാസത്തെ ഫലം നമ്മൾ അറിയുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിൽ കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാണ് ഗ്രഹസ്ഥിതി എന്ന് നോക്കാം. ഇപ്പോൾ കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ ഏപ്രിൽ 14 ഭാഗ്യസ്ഥാനത്ത് നിന്നും കർമ്മസ്ഥാനത്ത് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ചൊവ്വ ഏപ്രിൽ 2 ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു, അഷ്ടമത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. ബുധൻ ഏപ്രിൽ 11 അഷ്ടമത്തിൽ നിന്നും 9 മാറുന്നു. 30 ആ ബുധൻ 10 രാശി മാറുന്നു. ഗുരു ഇപ്പോൾ 12 സഞ്ചരിക്കുന്ന സമയമാണ്. ശുക്രൻ ഏപ്രിൽ 19 കർമ്മസ്ഥാനത്ത് നിന്നും നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്ക് രാശി മാറുന്നു. ശനി 9 സ്ഥിതി തുടരുന്നു. രാഹു അഷ്ടമത്തിലും കേതു 2 സ്ഥിതി തുടരുന്നു. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ നോക്കുമ്പോൾ ചൊവ്വയും ബുധനും ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു എന്നുള്ളതും സൂര്യൻ കർമ്മസ്ഥാനത്ത് ഉച്ചരാശിയിലേക്ക് വരുന്നു എന്നുള്ളതും ശുക്രൻ 11 നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്ക് മാറുന്നു എന്നുള്ളതുമാണ് കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി വച്ചിട്ട് എങ്ങനെയായിരിക്കും ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും അവരുടെ പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എന്ന് ആദ്യം നോക്കാം. അപ്പോൾ ജന്മരാശിയിൽ ഗ്രഹങ്ങളില്ല, മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നുമില്ല. 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12 വിപരീത രാജയോഗാവസ്ഥയിലാണ്. അതുപോലെ അഷ്ടമത്തിൽ രാഹുവുണ്ട്. 10 വരെ ബുധനും അതുപോലെ അഷ്ടമത്തിലുണ്ട്. 2 കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. പൊതുവെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. എങ്കിലും ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അഷ്ടമത്തിലൊക്കെ രാഹു അതുപോലെ ബുധൻ്റെയൊക്കെ സ്ഥിതി ഉണ്ട്. അപ്പോൾ ചിലർക്ക് ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ചിലർക്കുണ്ടായെന്ന് വരാം. ആഹാരത്തിലൊക്കെ ഒരു കെയർ വേണം. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ കഴിയും. പ്രത്യേകിച്ച് 6ാം ഭാവാധിപൻ 12 വിപരീത രാജയോഗാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവസാനത്തെ പകുതി ഈ ചൊവ്വയും സൂര്യനുമൊക്കെ തന്നെ 4 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അതൊക്കെ ചിലപ്പോൾ ഒരു മാനസിക ടെൻഷൻ ഉണ്ടാക്കാം, ഒരു സുഖക്കുറവ് ചിലപ്പം വരാം, എന്തെങ്കിലുമൊക്കെ മെൻ്റൽ വറീസ് നമുക്ക് ചിലപ്പോൾ 4 സൂര്യൻ്റെയും ചൊവ്വയുടെയും ദൃഷ്ടി കൊണ്ടുണ്ടായെന്ന് വരാം. അവിടെ ഗുരുദൃഷ്ടി 4 എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വന്നാൽ തന്നെയും എന്തെങ്കിലും സുഖക്കുറവുണ്ടായാൽ തന്നെയും അത് നിയന്ത്രിക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും. അതുപോലെ 4 സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നുവെങ്കിലും ആ സൂര്യൻ്റെ ദൃഷ്ടി നീചദൃഷ്ടിയാണ് എന്നുള്ളതും നമുക്ക് ഈ മെൻ്റൽ ടെൻഷൻ കുറയ്ക്കാൻ സഹായകമാകും. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി. തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ 10ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ ഏപ്രിൽ 2 ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. 9 സൂര്യനുണ്ട്, ശനിയുണ്ട്. 2 മുതൽ ചൊവ്വയും 9 വരുന്നുണ്ട്. 10 ശുക്രൻ്റെ സ്ഥിതിയുണ്ട് ഏപ്രിൽ 18 വരെ. അപ്പോൾ ആദ്യ പകുതി പൊതുവെ നമുക്ക് തൊഴിലിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസിറ്റീവ് ചേഞ്ചസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ, അതുപോലെ അതേസമയം 10ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയ്ക്ക് ശനിയുമായിട്ടൊക്കെ ഒരു ബന്ധം വരുമ്പോൾ മാനസികമായിട്ടുള്ള ഒരു സംഘർഷം ചിലപ്പോൾ തൊഴിലുണ്ടായെന്ന് വരാം. ചിലപ്പോൾ മേലുദ്യോഗസ്ഥരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഭിന്നത, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാം. അവിടെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. കാരണം ശനി കുജനൊക്കെ ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും
ഒരു തർക്ക സ്വഭാവമൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് ചൊവ്വ കർമ്മഭാവാധിപനാണ് എന്നുള്ളതുകൊണ്ട്, അതുപോലെ ശനി അഷ്ടമ ഭാവാധിപനും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ സഡൻ മാറ്റങ്ങൾ, അത് മുഖാന്തരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കണം. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ സൂര്യനൊക്കെ കർമ്മസ്ഥാനത്ത് ഉച്ചരാശിയിലേക്ക് വരികയാണ്. ഇപ്പം 10 സൂര്യനൊക്കെ വരിക എന്ന് പറയുമ്പോൾ അത് വളരെ നല്ല ഒരു സൂര്യന് ദിഗ്ബലമുള്ള സമയമാണ്. അത് തൊഴിലിൽ പ്രത്യേകിച്ച് നമ്മുടെ അധികാരം, പദവി, അതുപോലെ നമുക്ക് സ്ഥാനക്കയറ്റം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് ആ സൂര്യൻ്റെ കർമ്മസ്ഥാനത്തെ ഉച്ചസ്ഥിതിക്ക് കഴിയും. പ്രത്യേകിച്ച് സൂര്യൻ 10 വരിക എന്ന് പറയുമ്പോൾ അത് വളരെ ഗുണം ചെയ്യുന്നതാണ്. ധനപരമായിട്ട് നേട്ടങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് 2ാം ഭാവാധിപനാണ് ആ സൂര്യൻ. 2ാം ഭാവാധിപൻ ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പം അത് തൊഴിൽപരമായിട്ട് നമുക്ക് ഗുണാനുഭവം, അതുവഴിയുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ വഴിതെളിക്കും. സാലറി വർധനവിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. എങ്കിലും ഈ ചൊവ്വയും ശനിയും ഒക്കെ ബന്ധം ഉള്ള സമയമായതുകൊണ്ട് തൊഴിൽ നമ്മൾ കഴിവതും അച്ചടക്കം ആവശ്യമാണ്. തൊഴിലിടത്ത് അച്ചടക്കം ആവശ്യമാണ്. പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, ഇതൊന്നും നമ്മൾ തൊഴിലിടത്ത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് അതുപോലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ വളരെ വിനയം, വളരെ അത്തരത്തിലുള്ള ഒരു അഗ്രസീവ് എനർജി കൂടാതിരിക്കാൻ നോക്കണം. വിനയം വേണം. അങ്ങനെയൊക്കെ നമ്മൾ നിലനിർത്തി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സൂര്യൻ്റെ കർമ്മസ്ഥാനത്തെ ഉച്ചസ്ഥിതി എന്ന് പറയുന്നത് വളരെ നേട്ടം ഉണ്ടാക്കും. തർക്കങ്ങൾ ഒഴിവാക്കി അച്ചടക്കം നിലനിർത്തി പോകുന്നവർക്ക് തൊഴിലിൽ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവസാനത്തെ പകുതിയൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ അന്വേഷകർക്കും അവസാനത്തെ പകുതി വളരെ ഫേവറബിളായിട്ടുള്ള സമയമായിരിക്കും. അതുപോലെ 10ാം ഭാവാധിപൻ എന്ന് പറയുന്ന 10ാം ഭാവാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നിന്ന് 12ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പം വിദേശത്തൊക്കെ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കർമ്മഭാവാധിപൻ 12 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ചിലർക്ക് തൊഴിലിൽ വിദേശത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വിദേശത്ത് തൊഴിലിൽ ഗുണാനുഭവം ഉണ്ടാക്കുന്നതിനത് വഴിതെളിക്കും. ചിലർക്ക് തൊഴിൽ ഭാഗ്യത്തിനും സാധ്യത കാണിക്കുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ 9ലാണ്. ശനിക്ക് മൗപ്യാവസ്ഥയുണ്ട്. ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ 10 വരെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. ശേഷം ആ ബുധൻ ഭാഗ്യസ്ഥാനത്ത് നീചരാശിയിലേക്ക് രാശി മാറുന്നു. ഇപ്പം ബിസിനസ്സിൽ പൊതുവെ നിലവിലെ സ്ഥിതി തുടരുന്നതിനാണ് സാധ്യത. വലിയ കയറ്റമില്ല, അതേസമയം വലിയ ദോഷാനുഭവം കാണുന്നില്ല. നിലവിലെ സ്ഥിതി തുടരാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. ബിസിനസ് സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ആദ്യ പകുതിയൊക്കെ ആ സൂര്യൻ, ആ ബുധന് രാഹുവുമായിട്ടൊക്കെ ഒരു ബന്ധം വരുമ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാകാം. അതുകൊണ്ട് എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും ഉണ്ടാകരുത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. ഇപ്പോൾ ശനിയും അതുപോലെ തന്നെ ശനിയും കുജനുമായിട്ടുള്ള ബന്ധമാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ പാർട്ട്നേഴ്സിനിടയിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ച് പോവുകയാണെങ്കിൽ ബിസിനസ്സിൽ നിലവിലെ ആ സ്ഥിതി തുടരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ദോഷം കാണുന്നില്ല. ഇനി ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 10 വരെ അഷ്ടമത്തിൽ നിൽക്കുകയാണ്. ശേഷം ആ ബുധൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്താണെങ്കിലും നീചരാശിയിലാണ്. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് വരികയാണ്. 5ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരികയാണ്. അതുപോലെ ഭാഗ്യഭാവാധിപൻ്റെ ആൾ ഗുരു 12 നിൽക്കുന്ന സമയമാണ്, സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് 5ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിന്ന് 12ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെയാണ്. അപ്പോൾ അതേസമയം ബുധൻ്റെ ഈ 10 വരെ ഏപ്രിൽ 10 വരെ ബുധൻ അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ഗവേഷണ വിദ്യാർത്ഥികൾക്കൊക്കെ ഗവേഷണം, നിരീക്ഷണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അത് അനുകൂലമാകും. എങ്കിലും 11 മുതൽ ആ ബുധൻ 9ാം ഭാവരാശിയിൽ നീചസ്ഥിതനാകുന്നു. ആ 9ാം ഭാവരാശിയിൽ ശനി, ചൊവ്വ, സൂര്യനുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഗുരുക്കന്മാർ, സീനിയർ അധ്യാപകരുമായിട്ട് അവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ തന്നെ കാരണം ശനി ചൊവ്വയായിട്ടൊക്കെ ബന്ധം വരുമ്പോൾ അത് അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് 9ലാണ് അത് ബന്ധം വരുന്നത് എന്നുള്ളത് കൊണ്ട്
അധ്യാപകർ, ഗുരുക്കന്മാർ, മെൻറ്റേഴ്സ്, പിതൃസമാനരായിട്ടുള്ള ആളുകൾ, അവരുമായിട്ടൊക്കെ ആശയവിനിമയത്തിൽ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു കെയർ കൊടുത്ത് പോയി അവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധമൊക്കെ സ്ഥാപിച്ച് അവരുടെ ഉപദേശമൊക്കെ സ്വീകരിച്ചു പോകുന്നവർക്ക് പ്രത്യേകിച്ച് പഠനത്തിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. പൊതുവെ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് കാണുക. പ്രത്യേകിച്ച് ബുധന് മൗഢ്യം കൂടെ വരുന്ന സമയമാണ്. ഇനി നമുക്ക് ധനസ്ഥിതി നോക്കുമ്പോൾ ധനഭാവാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്, 2ാം ഭാവാധിപൻ. ആ സൂര്യൻ 9-ൽ നിൽക്കുന്നു. 14 മുതൽ ആ സൂര്യൻ ഉച്ചരാശിയിലേക്കും കൂടെ രാശി മാറുകയാണ്. അതായത് ധനഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തേക്ക് സൂര്യൻ വരുന്നു. അതുപോലെ 11ാം ഭാവാധിപനായ ശുക്രൻ 19 മുതൽ 11ലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ 2-ൽ കേതു ഉണ്ട്, 12-ൽ ഗുരു ഉണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ധനവരവിൻ്റെ സമയമാണ്, ധനവരവ് കൂടുന്ന സമയമാണ്. ആദ്യ പകുതിയേക്കാൾ സാമ്പത്തിക നേട്ടം കൂടുന്നത് അവസാനത്തെ പകുതിയായിരിക്കും. ധനഭാഗ്യത്തിനും സാധ്യത കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ധനഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ അത് ധനപരമായിട്ടുള്ള ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അത് ചിലപ്പോൾ വർക്ക് വഴിയാകാം, ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് വഴിയാകാം, അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയാകാം. എന്തെങ്കിലും രീതിയിലുള്ള സഡൻ ഗെയിൻ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതേസമയം 2-ലൊക്കെ കേതുവുണ്ട്, 12-ലൊക്കെ ഗുരുവുമുള്ള സമയമാണ്. വ്യയസ്ഥാനത്ത് ഗുരുവുണ്ട്, 2-ൽ കേതുവുണ്ട്. അപ്പോൾ ഈ 12-ൽ ഗുരു നിൽക്കുക എന്ന് പറയുമ്പോൾ ചിലവുണ്ടാകാം, പക്ഷേ നല്ല കാര്യങ്ങൾക്ക്, ഭാവിയിൽ ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് ഉണ്ടാകാം. അതേസമയം നമ്മൾ ഈ പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. വിവാഹം 7ാം ഭാവാധിപൻ ശനിയാണ്. ആ ശനി ഭാഗ്യസ്ഥാനത്താണെങ്കിലും ആ ശനി ഇപ്പോൾ മൗഢ്യാവസ്ഥയിലാണ്, കമ്പസ്റ്റാണ്. അപ്പോൾ വിവാഹ ആലോചനകളൊക്കെ വരും. വരുമെങ്കിലും അവയിൽ വേഗത വരണമെന്നില്ല. 5ാം ഭാവാധിപനായ ചൊവ്വയും 9-ലാണെങ്കിലും അവിടെ ആ 9-ൽ ശനി, രവി, കുജൻ ഈ 3 ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധം വരുന്നത് കൊണ്ട് അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഭിന്നതകൾ, ഒരു അഭിപ്രായ ഐക്യമൊക്കെ ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് വരാം. അതുപോലെ കവിതാക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഈഗോ പ്രശ്നങ്ങൾ വരാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ ശുക്രൻ്റെ ആ 11-ലേക്കുള്ള രാശിമാറ്റം, അതുപോലെ ആ ശുക്രൻ 5-ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നത്, അതൊക്കെ ഈ പ്രണയബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് പരിഹരിക്കുന്നതിനും പ്രണയചിന്ത കൂടുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ മാരിറ്റൽ റിലേഷൻ പൊതുവെ സന്തോഷകരമാകണമെന്നില്ല. ദമ്പതിമാർക്ക് പ്രത്യേകിച്ച് ഈ ശനി, 7ാം ഭാവാധിപനായ ശനിയുടെ കൂടെ ചൊവ്വ നിൽക്കുന്നു, അതുപോലെ ആദ്യ പകുതി സൂര്യനും നിൽക്കുന്നു, ഒക്കെ ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു അഗ്രസീവ് എനർജി കൂടാവുന്ന സമയമാണ്. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, തർക്കങ്ങളുണ്ടാകും. അപ്പോൾ ദമ്പതിമാർ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന തലങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പം ശുക്രൻ 11-ലേക്ക് വരുന്നുണ്ട്. ശുക്രനൊക്കെ 11-ാം ഭാവാധിപൻ 11-ൽ ബലവാനായിട്ട് അത് ശുക്രൻ തന്നെ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ വേണം. നമ്മൾ അത് മുഖാന്തരമൊക്കെ അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മാരിറ്റൽ റിലേഷൻഷിപ്പിനെയൊക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അപ്പോൾ പ്രത്യേകിച്ച് സീക്രട്ട് അഫയേഴ്സൊക്കെ ഉള്ളവർ വളരെ കെയർഫുള്ളായിരിക്കണം. അതുപോലെ മുതിർന്നവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അല്പം വിനയമൊക്കെ വേണ്ടുന്ന സമയമാണ്. കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ 2-ൽ കേതു ഉണ്ട്. അതേസമയം 4ാം ഭാവാധിപനായ ശുക്രൻ 18 വരെ 4-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുടുംബത്തിൽ പ്രത്യേകിച്ച് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ സഹായകമാണ്. ഇപ്പോൾ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വാഹനമൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അങ്കിൽ തന്നെയും 4-ൽ ചൊവ്വയുടെ ദൃഷ്ടിയുള്ള സമയമാണ്. അവസാനത്തെ പകുതി സൂര്യനും 4-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ നീച ദൃഷ്ടിയാണ്, എങ്കിലും 2 തമോ ഗ്രഹങ്ങളുടെ ദൃഷ്ടി 4-ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ കുടുംബത്തിലൊക്കെ ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സൂര്യൻ്റെയും ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി 4 വരുന്നത് കൊണ്ട്
അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് കുടുംബത്തിലൊരു ടെൻഷൻ, സന്തോഷക്കുറവിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ കഴിവതും ബന്ധുക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്ന് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ കുടുംബജീവിതവും ഒക്കെ നമുക്ക് സുഖകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഏപ്രിൽ 8, 9, 10, 13, 14, 22, 23 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് ഒക്കെ തന്നെ ഈ ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഒരു പൊതുഫലമാണ്. അതേസമയം പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരാം. അത് ഈ കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദേശയും അപകാരവും ചന്ദ്രത്തിൻ്റെയും ഇമ്പാക്റ്റ് കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും. അപ്പോൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശാപകാരം ഛിദ്രമാണോ ഇപ്പോൾ നടക്കുന്നത്, അതോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശാപകാരം ഛിദ്രമാണോ നടക്കുന്നത്, ഇതിനനുസരിച്ചായിരിക്കും നമുക്ക് ഈ ഗോചര ഫലത്തിൽ മാറ്റങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഫലം പറയുമ്പോൾ കർക്കിടക കൂറുകാരൻ കർക്കിടക ലഗ്നവും ഒന്നാണെന്ന് വിചാരിക്കരുത്. കർക്കിടക കൂറുകാർക്ക് ചിലർക്ക് കർക്കിടക ലഗ്നം വരാം, മറ്റുള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരാം. അപ്പോൾ കർക്കിടക ലഗ്നം അല്ലാതെ മറ്റു ലഗ്നരാശികൾ വന്നിട്ടുള്ള കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കർക്കിടക കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഏപ്രിൽ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. കാരണം നമ്മൾ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത്, സൂക്ഷ്മത എന്ന് പറയുന്നത് ലഗ്നത്തിനായതുകൊണ്ട് ഇപ്പം കർക്കിടക കൂറിലെ നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ കർക്കിടക ലഗ്നമാകാം, ചിലപ്പോൾ ചിങ്ങലഗ്നമാകാം, ചിലപ്പോൾ വൃശ്ചിക ലഗ്നമാകാം, ഇങ്ങനെ ഏത് രാശി വേണമെങ്കിലും ലഗ്നമാകാം. അപ്പോൾ ആ ലഗ്നം നമ്മുടെ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്ത് വന്നിട്ടുണ്ടോ, അതിനനുസരിച്ചുള്ള ഗ്രഹസ്ഥിതി എങ്ങനെയാണ് ജാതകത്തിൽ, അതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരും. അതുകൊണ്ട് ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.